US-ഇറാൻ സമാധാന കരാറിനായുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാന് സാധിക്കുമോ എന്ന് സംശയിച്ച ഇറാൻ രംഗത്ത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽപര്യങ്ങൾക്കാണ് പാകിസ്ഥാൻ പ്രാധാന്യം നൽകുന്നതെന്നും അമേരിക്കൻ താൽപര്യങ്ങൾക്കെതിരെ സംസാരിക്കാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ലെന്നും ഇറാനിയൻ MP ഇബ്രാഹിം റൈസിയായി ആരോപിച്ചു. ഒരു മധ്യസ്ഥൻ നിഷ്പക്ഷമായിരിക്കണമെന്നും ഒരു വശത്തേക്ക് ചായ്വ് പാടില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റ്. പാകിസ്ഥാൻ ഞങ്ങളുടെ അടുത്ത സുഹൃത്തും അയൽക്കാരുമാണ്. എന്നാൽ ചർച്ചയ്ക്കുള്ള മധ്യസ്ഥരാകാൻ അനുയോജ്യരല്ല. അവർക്ക് വേണ്ടത്ര വിശ്വാസ്യതയുമില്ല. അവരെപ്പോഴും ട്രംപിന്റെ താൽപര്യങ്ങളാണ് കണക്കിലെടുക്കുന്നത്. അമേരിക്കയ്ക്കെതിരെ സംസാരിക്കുന്നില്ല. ഉദാഹരണമായി, ആദ്യം പാകിസ്ഥാന്റെ നിർദ്ദേശം സ്വീകരിക്കുകയും പിന്നീട് അതിൽ നിന്നും US പിന്നോട്ട് പോയെന്നുമുള്ള കാര്യങ്ങൾ ലോകത്തോട് പറയാൻ അവർ തയ്യാറാകുന്നില്ല. ലബനൻ വിഷയത്തിലും മരവിപ്പിച്ച ആസ്തികളുടെ കാര്യത്തിലും അമേരിക്കയ്ക്ക് പ്രതിബദ്ധതയുണ്ടായിരുന്നു എന്നോ അത് പാലിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നോ പറയാൻ സാധിക്കുന്നില്ല. മധ്യസ്ഥൻ നിഷ്പക്ഷമായിരിക്കണം. ഒരു വശത്തെ ചായ്വ് പാടില്ല എന്നാണ് പോസ്റ്റിൽ പറയുന്നത്. അനിശ്ചിതത്വങ്ങൾ തുടരുന്നതിനിടെ ചർച്ചകൾ സജീവമായി നിലനിർത്തുന്നതിനായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇസ്ലാമാബാദ് സന്ദർശിക്കുന്ന സാഹചര്യത്തിലാണ് MPയുടെ കുറിപ്പ് പുറത്തുവന്നത്. പാകിസ്ഥാനിലെത്തിയ അരാഗ്ചി പാക് സൈനിക മേധാവി അസീം മുനീറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം ഹോർമൂസ് തുറക്കാനും സംഘർഷം അവസാനിപ്പിക്കാനും ഇറാൻ US-ന് മുന്നിൽ പുതിയ നിർദ്ദേശങ്ങൾ വച്ചതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ വഴിയാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. ഇറാന്റെ ആണവ പദ്ധതികളെ പറ്റിയുള്ള ചർച്ച പിന്നീട് നടത്തുന്നത് അടക്കമാണ് നിർദ്ദേശത്തിലുള്ളത്. അതേസമയം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി റഷ്യയിലെത്തിയിട്ടുണ്ട്. പുടിൻ അരാഗ്ചി കൂടിക്കാഴ്ച സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് നടക്കുന്നത്. പാകിസ്ഥാൻ, ഒമാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് അരാഗ്ചിയുടെ റഷ്യൻ സന്ദർശനം. പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ഇറാൻ റഷ്യ കൂടിയാലോചനകൾ തുടരുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ റഷ്യയിലേക്ക് എത്തിയതെന്ന് അരാഗ്ചി മാധ്യമങ്ങളോട് പറഞ്ഞു. പുടിനുമായുള്ള കൂടിക്കാഴ്ച യുദ്ധത്തിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഏറ്റവും പുതിയ സാഹചര്യം അവലോകനം ചെയ്യുന്നതിനും നല്ല അവസരമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടിയാലോചനയും ഏകോപനവും ഏറെ പ്രാധാന്യമുള്ളതായിരിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ, ഒമാൻ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും വളരെ ഫലപ്രദമായിരുന്നു. മുൻകാല സംഭവങ്ങളും ഇറാനും US-ഉം തമ്മിലുള്ള ചർച്ചകൾ തുടരാൻ കഴിയുന്ന പ്രത്യേക സാഹചര്യങ്ങളും അവലോകനം ചെയ്തുവെന്നും അരാഗ്ചി പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ച് ഇരുപക്ഷവും ചർച്ചകൾ നടത്തിയതായി അരാഗ്ചി പറഞ്ഞു. ഇറാനും ഒമാനും ഹോർമൂസ് കടലിടുക്കിലെ രണ്ട് തീരദേശ ദേശങ്ങളാണ്. കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ കടന്നുപോകൽ പ്രധാന ആഗോള പ്രശ്നമായി മാറിയിരിക്കുന്നതിനാൽ പരസ്പര കൂടിയാലോചനകൾ അത്യാവശ്യമാണെന്നും അരാഗ്ചി പറഞ്ഞതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാൻ പുതിയ നിബന്ധനകൾ വാഗ്ദാനം ചെയ്യുന്നതായി ആക്സിയോസ് റിപ്പോർട്ടുകൾ പുറത്തുവന്നതും ചർച്ചകൾ വഴിവച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ചും യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും ഒരു കരാറിലെത്തുന്നതിനായി ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ പുതിയ നിർദ്ദേശം വെച്ചുവെന്നാണ് റിപ്പോർട്ട്. ആണവ ചർച്ചകൾ പിന്നീടുള്ള ഘട്ടത്തിലേക്ക് മാറ്റിവെച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാക് മധ്യസ്ഥർ വഴിയാണ് ഇറാൻ ഈ വാഗ്ദാനം നൽകിയതെന്നാണ് ആക്സിയോസ് റിപ്പോർട്ട്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിന്റെ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ പാകിസ്ഥാനിൽ നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും ചർച്ചയുടെ ചട്ടക്കൂട് രൂപീകരിക്കുന്നതിലെ അഭിപ്രായ വ്യത്യാസം കാരണം ഇരുവിഭാഗവും പിൻവാങ്ങുകയായിരുന്നു. ഇറാൻ പ്രതിനിധികൾ പാകിസ്ഥാനിലെത്തിയതിനു ശേഷം മടങ്ങുകയായിരുന്നു. ട്രംപ് പ്രതിനിധി സംഘത്തിന്റെ പാക് യാത്ര റദ്ദാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ചർച്ചയ്ക്ക് തയ്യാറെങ്കിൽ ഇറാന് തങ്ങളെ ഫോണിൽ വിളിക്കാമെന്ന് ട്രംപ് പ്രതികരിച്ചിരുന്നു. അതേസമയം സമാധാന ചർച്ചകൾക്കായി പ്രത്യേക ദൂതന്മാരെ അയക്കുന്നതിന് പകരം ഇറാൻ തങ്ങളെ നേരിട്ട് ബന്ധപ്പെടട്ടെ എന്ന നിലപാടിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ നേരിട്ട് വിളിക്കാമെന്നും അമേരിക്കയുടെ കൈവശമാണ് എല്ലാ നിയന്ത്രണങ്ങളും ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ഒരിക്കലും അനുവാദം നൽകില്ല. വൈറ്റ് ഹൌസ് വക്താവാണ് പറഞ്ഞത് ഇക്കാര്യങ്ങൾ. കരാർ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, സൈനിക മേധാവി ജനറൽ അസീം മുനീർ എന്നിവരുമായി ഇസ്ലാമാബാദിൽ ചർച്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം റഷ്യയിലേക്ക് തിരിച്ചത്. യുദ്ധം 2 മാസം പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ ഇന്ധനവിലയും കുതിച്ചുയരുകയും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള ഇറാന്റെ വാഗ്ദാനം ലോകരാഷ്ട്രങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുകയാണ്. നിലവിൽ ആഗോള എണ്ണ വിപണിയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞായറാഴ്ച നടന്ന ചർച്ചകൾ ഫലപ്രദമാകാതെ പിരിഞ്ഞതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില 2% വർദ്ധിച്ചിരിക്കുന്നത്. നിലവിൽ ക്രൂഡ് ഓയിൽ ബാരലിന് $107.35 എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.